വരുന്ന ഒരു പെട്രോൾ ലെഡും കാര്യങ്ങളും പിന്നെ മറ്റേ മോട്ടോ ഗുസി എന്നും പറഞ്ഞൊരു ഒരു ലെറ്ററിങ് KL ആലപ്പുഴയിലെ ആദ്യത്തെ ആ രജിസ്ട്രേഷനൊക്കെയാണ്. മാസ്റ്റർ പാലിയത്ത് ചെത്തിയിലാണ് വീട്. ഓക്കെ, ടൈൽസാണ് ഇതിൻ്റെ അത്. അവർ അന്നത്തെ 1900 ഒരു ലൈറ്റും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മോൾഡിങ് ഉണ്ട് ഇവിടെ. നമുക്ക് അതേപോലെ പണ്ടത്തെ ഒരു ഡിസൈൻ ആയില്ല. മറ്റേ മോട്ടോ ഗൂസി, ഇത് നമ്മുടെ ഇറ്റാലിയൻ മോഡലിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഓടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല, പാർട്സൊക്കെ കിട്ടാൻ ഉള്ള ലൈറ്റാണോ എന്ന് നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. പിന്നെ മൾഗാർഡും കാര്യങ്ങളൊക്കെ മീഡിയം റോമാണ്. റോം മോട്ടോ പുള്ളി അച്ഛനെ പഠിക്കാൻ റോമിൽ പോയായിരുന്നു. റോമിൽ പോയപ്പോഴത്തേക്ക് അവിടുന്ന് പുള്ളി അതെല്ലാം പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഈ വണ്ടി എടുത്തോണ്ട് പോരും. അത് അവിടുത്തെ ഈ മോഡലിൻ്റെ ആദ്യത്തെ ബൈക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഇറ്റാലിയൻ മോഡലിൻ്റെ ഒരു ഇതിൻ്റെ കുറച്ച് റിവ്യൂ പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതൊരു മോട്ടോ ഗുസിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ലൈറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വിൻറ്റേജ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു തനതായ ശൈലിയിലുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഹാൻഡിലിൻ്റെ ഇവിടെ ഒരു ബാറിൽ നമുക്കൊരു സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു ഇറ്റാലിയൻ ഡിസൈൻ തന്നെ ആയിരിക്കാം മിക്കവാറും. പിന്നെ ആ ഒരു ടാങ്കിൽ വരുന്ന ഒരു പെട്രോൾ ലെഡും കാര്യങ്ങളും പിന്നെ മറ്റേ മോട്ടോ ഗുസി എന്നും പറഞ്ഞൊരു ലെറ്ററിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മോട്ടോ ഗുസി എന്ന് പറഞ്ഞത് ടാങ്കിലും നമുക്കൊരു ലെറ്ററിങ് വരുന്നുണ്ട്. ചേസിസ് ആണെങ്കിലും നോർമൽ രീതിയിലുള്ള ചേസിസൊക്കെ തന്നെയാണ്. 125cc ആണ് കേട്ടോ. 125cc എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇടതുവശത്താണ് കിക്കറും കാര്യങ്ങളും. പിന്നെ നോർമലായിട്ടുള്ളൊരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ്. ഷോക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വർഷമായിട്ടുള്ള കാലപ്പഴക്കത്തിൻ്റെ ഷോക്കൊക്കെ ചെയ്യുന്നത്. നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ തനതായ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പിന്നെ ഈ ഒരു ചെയിൻ സോക്കറ്റൊക്കെ ആണെങ്കിലും ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ളൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ചെയിൻ സോക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം നോർമൽ രീതിയിലുള്ള ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു നോർമൽ ഒരു ബേസിക്കലായിട്ടുള്ളൊരു മോട്ടോ ഗുസി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവം ഇറങ്ങിയിരിക്കുന്നത്.
പിന്നെ ആ ഒരു ലെറ്ററിങ് KL ആലപ്പുഴയിലെ ആദ്യത്തെ ആ രജിസ്ട്രേഷനൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സൈഡ് മിററൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു തനതായ ആ ഒരു ഓൾഡ് വിൻറ്റേജ് ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആ ഒറിജിനലായിട്ടുള്ള ആ ഒരു പഴയ തനിമയിലുള്ള ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആക്സിലേറ്റർ ആണെങ്കിലും പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒറിജിനൽ എല്ലയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒത്തിരി പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പിന്നെ ഇതുണ്ട്. പിന്നെ എൻ്റെ പേര് ചന്ദ്രശേഖരൻ. എത്ര നാളായിട്ടുണ്ടാവും ഈ ഒരു ഫീൽഡിലാണ്? അല്ല ഈ ഫീൽഡ് തുടങ്ങിയിട്ട് എത്ര നാളുണ്ട് വർഷത്തിൽ? ഞാനെൻ്റെ വർഷത്തിൽ പോലെ തന്നെ ഈ ഫീൽഡ്. പിന്നെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും? വണ്ടി വാങ്ങിച്ചിട്ട് 10-40 വർഷത്തിന് മേലെ. സ്റ്റോറി ഒന്ന് പറയാമോ? റോമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ലൗഡായിട്ട് റോമിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് അത്. ഞാനായിരുന്നു ആദ്യകാല പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഈ വണ്ടി വേറൊരു മെക്കാനിക്ക് ഇതിൻ്റെ ടയർ വീണിട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അയാൾ സൈസ് മാറ്റിയതിന് ശേഷം ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ വർഷാപ്പിൽ കിടന്നു. അയാൾ ഇവിടുന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് അത് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അവിടെ അങ്ങനെ അഴിച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ വണ്ടി പുള്ളി എടുക്കുന്നു. എൻ്റെ 500 cc ബുള്ളറ്റും കൊടുത്ത് അന്നത്തെ കാലത്ത് 900 രൂപയും കൊടുത്തിട്ടാണ് ഈ വണ്ടി അഴിച്ചിട്ടുള്ള കണ്ടീഷൻ ഞാൻ വാങ്ങിച്ചത്. അത് കൊണ്ടുവന്ന് ഇപ്പം പണിത് ശരിയാക്കി ഓടിച്ചുകൊണ്ടിരുന്നു. അത് എന്നായിരിക്കും? അത് ഏത് ഇയർ ആണെന്നൊന്ന് ഓർക്കുന്നു? അത് 70 കാലഘട്ടങ്ങളിലല്ലേ? 70 കാലഘട്ടങ്ങളിലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വണ്ടി വേറൊരു പാർട്ടി എടുത്ത് അത് തൃശ്ശൂർ പോയി. തൃശ്ശൂർ പോയി അതവിടെ കുറച്ച് നാൾ ഓടിയതിന് ശേഷം അത് പിന്നെ വീണ്ടും കിടപ്പിലായി. 10-20 വർഷം ഓടാതെ കിടന്നു. പിന്നെ അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടീഷനാക്കി വണ്ടി ടെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. പാട്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഏത് മോഡലായിരിക്കും ഇത്? ഇത് 60 ഇറ്റാലിയൻ മോഡലാണോ? മീഡിയം റോമാണ്. റോം മോട്ടോ ഗുസി. അത് വന്ന കഥയൊന്നു എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്? പുള്ളി അച്ഛനായിരുന്നു. പുള്ളി അച്ഛനെ പഠിക്കാൻ റോമിൽ പോയായിരുന്നു. റോമിൽ പോയപ്പോഴത്തേക്ക് അവിടുന്ന് പുള്ളി അതെല്ലാം പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഈ വണ്ടി എടുത്തോണ്ട് പോരും. അത് അവിടുത്തെ ഈ മോഡൽ ആലപ്പുഴ ആദ്യത്തെ ബുള്ളറ്റ് ഇതാണോ? ബുള്ളറ്റ് അല്ല, ആദ്യത്തെ ബുള്ളറ്റ് അല്ല, ആദ്യത്തെ ബൈക്ക്. ഓക്കെ, അങ്ങനെ പറയാല്ലേ? അന്ന് വേണമെങ്കിലും പറയാം. അന്ന് വണ്ടിയില്ല. പുള്ളി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഈ മോഡലിലെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വണ്ടിയായിരുന്നു റോമിൽ. അപ്പോൾ അതെടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് ആലപ്പുഴ രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ പുള്ളി ലിയോ 13 പള്ളിയിൽ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നോ? അല്ല, പുള്ളി പിന്നെ ഇതിൻ്റെ മേൽനോട്ടം കൂടി ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു, പള്ളിയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനുമായിട്ട്. മാസ്റ്റർ പാലിയത്ത്. പുള്ളിയുടെ വീട്. പുള്ളിയുടെ അനന്തരക്കാരൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം. അങ്ങനെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഇത്ര വർഷമായി. ഒരു 15 വർഷത്തിന് മേലായിരുന്നു തോന്നുന്നു ഇപ്പം എൻ്റെ കയ്യിൽ. അപ്പോൾ ഏകദേശം നമുക്ക് ആ സമയങ്ങളിൽ ഇതിൽ ഏകദേശം എത്ര രൂപ, നമ്മുടെ കാൽക്കുലേറ്റ് എത്ര രൂപ ഇട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യൻ മണിയൊക്കെ അന്നൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ? അന്ന് അതിൻ്റെ വില നമുക്കൊരു ഉദ്ദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അന്നൊക്കെ പിന്നെ വണ്ടിക്ക് വിലക്കുറവായിരുന്നു. വണ്ടിക്ക് ഞാനൊരു 3500 വില വെച്ചു. ബുള്ളറ്റ് പോയിട്ട് 900 രൂപയും കൂടി കൊടുത്തു. അപ്പോൾ 4000 രൂപ. 4000 മേലെ 4400 രൂപയായി. ഇതൊരു 5000-6000 രൂപയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ ഇന്ത്യൻ മണി അന്നത്തെ? പിന്നെ അതിന്റെ വാല്യൂ ഇപ്പൊ എത്ര? ചിലപ്പോൾ 60 ലക്ഷം രൂപയുടെ വരുമായിരിക്കും. അറിയാൻ പാടില്ല അന്നത്തെ റേറ്റ്. എന്ന് വെച്ചാൽ അന്ന് 2-3 ആൾക്കാർ ഒരു അല്ല, ബുള്ളറ്റിന് അന്ന് 58-ല് 1500 രൂപയുള്ളൂ. 58-ന് 1500 രൂപയുള്ളൂ. എൻ്റെ ഇരിപ്പുണ്ട്. എൻ്റെ പ്രൈസ് ലിസ്റ്റും 58-നാണോ ചേട്ടൻ വാങ്ങിക്കുന്ന ബുള്ളറ്റ്? അല്ല, അത് ഫസ്റ്റ് വാങ്ങിച്ചാണോ അത് സെക്കൻഡ് ആയിരുന്നോ?
58 ഞാൻ ബുള്ളറ്റ് വാങ്ങിക്കാൻ പറ്റും ഇവർക്ക് ഞാൻ മദ്രാസിനൊക്കെ എഴുതി ആ. അതിൻ്റെ കാറ്റലോഗും പ്രൈസ് ലിസ്റ്റ് അയക്കാൻ. ഓ അങ്ങനെ അവർ അയച്ചു തന്ന റേറ്റാണ്. ആ അല്ല അന്ന് ചേട്ടൻ വാങ്ങിക്കുന്നത് പുതിയതായിരുന്നോ സെക്കൻഡ് ആയിരുന്നോ? ഒരു ബുള്ളറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതില്ല, അത് ഇത് സെക്കൻഡാണ്. ഓ ഈ ബുള്ളറ്റ് സെക്കൻഡ് രജിസ്ട്രേഷൻ ചെയ്തതാണോ? ഇത് മിലിറ്ററി ഡിസ്പോസലാണ്. ഓ ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ മിലിറ്ററി ഡിപ്പോസിറ്റ് ഇതല്ലേ? ഡിസ്പോസലാ. ഓക്കെ. ഇതിൻ്റെ ഇതൊക്കെ അല്ലേ വ്യത്യാസമുണ്ട്? എഞ്ചിൻ വ്യത്യാസം, ഹാൻഡിലൊക്കെ വ്യത്യാസമുണ്ട്, എഞ്ചിനിലൊക്കെ വ്യത്യാസമുണ്ട്. മിലിറ്ററിയുടെ സാധനമാണ് കേട്ടോ. ഓ അടിപൊളി. അപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു പോയി. ഈ ലൈറ്റിനൊക്കെ പ്രത്യേകത ഉണ്ടല്ലേ? ഇത് ഉണ്ട്, ഈ ഒരു ടൈപ്പ് ലൈറ്റൊന്നും ഒരു ബുള്ളറ്റിനില്ല. ഇത് പഴയ മോഡലാണ്. പഴയ മോഡൽ. ഓക്കെ ഓക്കെ. പക്ഷേ ഡിസ്പോസലാണെങ്കിൽ ഇത് ഡൽഹി ഡിസ്പോസലാണ്. ഓക്കെ ഓക്കെ. ഡൽഹിയിൽ നിന്ന് ഡിസ്പോസൽ വന്നു, 92 ഡിസ്പോസൽ വന്നു. പക്ഷെ വണ്ടി വളരെ ഓൾഡാണ്. അപ്പോൾ വർഷങ്ങളോളം ഓടാതെ അങ്ങനെ അവിടെ ഡിസ്പോസലൊക്കെ കിടന്നിട്ട് അവർ കൊടുത്തപ്പോൾ 95 കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കേൾസവനാണ്. ഓക്കെ ഓക്കെ. വണ്ടി വളരെ പഴയ മോഡൽ. ഇപ്പോൾ വണ്ടി കുഴപ്പമില്ല. ടെസ്റ്റ് കഴിഞ്ഞല്ലോ. ഓക്കെ ഓക്കെ. നമ്മൾ പേപ്പേഴ്സൊക്കെ അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു.